നമസ്കാരം. സിനിമാ മേഖലയ്ക്ക് ഇപ്പോൾ കണ്ടകശനിയാണെന്ന് വേണം പറയാൻ. ഒന്നിനു പിറകെ ഒന്നായി വരുന്നതെല്ലാം സിനിമാ മേഖലയ്ക്കാണ് വിനയായി മാറുന്നത്. ലൂസിഫർ സിനിമാ വിവാദങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് ഇപ്പോൾ ലഹരി കൂടി വില്ലനായി സിനിമാ മേഖലയിലേക്ക് എത്തുന്നത്. 2 കോടിയിലേറെ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ യുവതി അറസ്റ്റിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. സിനിമാ നടന്മാരുടെ രക്തപരിശോധന നടത്താം. ഇതിനോടൊപ്പം മുടിയും പരിശോധിക്കും. സംഭവത്തിൽ അന്വേഷണം കടുപ്പിച്ച് എക്സൈസ് മുന്നോട്ട് പോവുകയാണ്. മട്ടാഞ്ചേരിയിലെ ചില പ്രധാനികൾക്ക് സംഭവവുമായി ബന്ധമുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കണ്ണൂർ സ്വദേശിനിയായ തസ്ലീമ സുൽത്താനയാണ് പിടിയിലായത്. പ്രതി 2 സിനിമാ താരങ്ങളുടെ പേരുകളാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയതെന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് വിനോദ് കുമാർ പ്രതികരിച്ചിരുന്നു. മലയാളത്തിലെ പല സൂപ്പർ താരങ്ങളും എക്സൈസിന്റെ നിരീക്ഷണത്തിലുണ്ട്. സംശയമുള്ളവരെയെല്ലാം എക്സൈസ് ചോദ്യം ചെയ്യാനും സാധ്യതയേറെയാണ്. നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കും ലഹരി മരുന്ന് നൽകാറുണ്ടെന്നാണ് മൊഴി. കണ്ണൂർ സ്വദേശിയാണെങ്കിലും ചെന്നൈയിലും കൊച്ചിയിലുമാണ് താവളം. ഏതാനും സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള ഇവർക്ക് സിനിമാ മേഖലയിലുള്ളവരുമായി അടുത്ത ബന്ധമുണ്ട്. സെക്സ് റാക്കറ്റ് കേസിൽ ഒരു തവണ പിടിയിലായിട്ടുമുണ്ട്. വാട്സപ്പ് സന്ദേശങ്ങളും സിനിമാ മേഖലയിലെ പ്രമുഖർ അടക്കമുള്ളവരുടെ നമ്പറുകളും വാട്സാപ്പ് ചാറ്റുകളും തസ്ലിമയുടെ ഫോണിൽ കണ്ടെത്തിയിരുന്നു. ആലപ്പുഴ ടൂറിസം മേഖലയിൽ വിതരണം ചെയ്യുന്നതിനാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത്. സിനിമാ താരങ്ങളെ എക്സൈസ് നോട്ടീസ് അയച്ചു വിളിപ്പിക്കും. വിദേശത്തു നിന്നും എത്തിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കൊച്ചിയിൽ യുവതി വിതരണം ചെയ്തിരുന്നുവെന്നാണ് സൂചന. ആലപ്പുഴയിൽ വിതരണക്കാർക്ക് നൽകാൻ കഞ്ചാവുമായി എത്തിയപ്പോഴാണ് തസ്ലിമ പിടിയിലാവുന്നത്. എക്സൈസ് ഇവരെ പിടികൂടുന്ന സമയം മക്കളും ഒപ്പമുണ്ടായിരുന്നു. ആലപ്പുഴ നർക്കോട്ടിക് CI മഹേഷും സംഘവുമാണ് ഇവരെ പിടികൂടിയത്. ക്രിസ്റ്റീന എന്നും വിളിപ്പേരുള്ള തസ്ലിമ തായ്ലാൻഡിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് വരുത്തിയത്. MDMAയേക്കാൾ ലഹരി ഏറിയതാണ് ഹൈബ്രിഡ് കഞ്ചാവ്. മുമ്പ് പെൺകുട്ടിയെ ലഹരി നൽകി മയക്കിയ ശേഷം പീഡിപ്പിച്ച സംഭവത്തിലെ പ്രതിയാണ് തസ്ലിമ. ഹൈടെക് ഇടപാടുകളാണ് ലഹരിക്കടത്തിൽ തസ്ലിമയും സംഘവും നടത്തിയിരുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ വഴിയാണ് പ്രതികൾ ഇടപാട് നടത്തിയിരുന്നത്. വാട്സാപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. കുറച്ച് ചാറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ വീണ്ടെടുക്കാൻ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കാർ വാടകയ്ക്കെടുത്താണ് പ്രതികൾ ആവശ്യക്കാർക്ക് ലഹരി എത്തിച്ചിരുന്നത്. സമീപകാലത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് കേസെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ പറഞ്ഞിരുന്നു. മുഖ്യപ്രതി തസ്ലിമ സുൽത്താനയും താരങ്ങളും തമ്മിലുള്ള ചാറ്റുകൾ എക്സൈസിന് ലഭ്യമായിട്ടുണ്ട്. പ്രതിയുമായി ഒരുമിച്ച് പല തവണ ലഹരി ഉപയോഗിച്ചതായി മൊഴിയുണ്ട്. തസ്ലിമ സുൽത്താനയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. ലഹരി കേസ് കൂടാതെ സെക്സ് റാക്കറ്റുമായി സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് കൈമാറും. 2 കോടി വില വരുന്ന അത്യുഗ്ര ഹൈബ്രിഡ് കഞ്ചാവാണ് തസ്ലിമ സുൽത്താനയിൽ നിന്ന് എക്സൈസ് പിടികൂടിയത്. യുവതിക്കൊപ്പം മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസ് എന്നയാളെയും എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിറോസുമായി ചേർന്ന് വിൽപ്പന നടത്താനായാണ് ഇവർ ലഹരി വസ്തുക്കളുമായി ആലപ്പുഴയിലെത്തിയത്. ആലപ്പുഴയിൽ ടൂറിസം രംഗത്തുള്ളവർക്ക് കഞ്ചാവ് എത്തിക്കുന്നതിനാണ് സുഹൃത്തായ ഫിറോസിന്റെ സഹായം തേടിയത്. ഓൺലൈനായാണ് പണമിടപാട്. കഞ്ചാവ് എത്തിക്കുന്നത് ഫിറോസ് ആയിരുന്നു. തസ്ലിമ ലഹരിക്കടത്തിന് മറയായി ഉപയോഗിച്ചിരുന്നത് കുടുംബത്തെയാണ്. ഭർത്താവും 2 മക്കളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം. ഇവർ ചെന്നൈയിലാണ് സ്ഥിര താമസം. വൻതോതിൽ ലഹരി കടത്തേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവരെയും കൂട്ടും. കൊച്ചിയിൽ നിന്ന് കഞ്ചാവുമായി ആലപ്പുഴയിലേക്കുള്ള കാർ യാത്രയിലും കുടുംബം ഒപ്പമുണ്ടായിരുന്നു. പരിശോധനയ്ക്കുള്ള സാധ്യത കുറയുമെന്നതിനാലാണ് കുടുംബത്തെ കൂടെ കൂട്ടുന്നത്.